ഇറാന്റെ തലസ്ഥാനമായ ടെഹ്റാനിൽ അർദ്ധരാത്രിയോടെ മുഴങ്ങിക്കേട്ട വിമാനവിരുദ്ധ വെടിയൊച്ചകൾ പശ്ചിമേഷ്യയെ വീണ്ടും ഒരു വൻ യുദ്ധത്തിന്റെ ഭീതിയിലേക്ക് തള്ളിവിട്ടിരിക്കുകയാണ്. നഗരത്തിന്റെ പടിഞ്ഞാറൻ മധ്യ തെക്കുകിഴക്കൻ ഭാഗങ്ങളിൽ ആകാശത്ത് പ്രത്യക്ഷപ്പെട്ട അജ്ഞാത ഡ്രോണുകൾക്ക് നേരെ ഇറാന്റെ വ്യോമ പ്രതിരോധ സംവിധാനങ്ങൾ അതിശക്തമായ രീതിയിൽ പ്രതികരിച്ചതായാണ് റിപ്പോർട്ടുകൾ. ഇറാനിലെ ഔദ്യോഗിക വാർത്താ ഏജൻസികളായ ഫാർസും തസ്നിമും ഈ വാർത്ത സ്ഥിരീകരിച്ചിട്ടുണ്ട്. ടെഹ്റാന്റെ ആകാശത്ത് തുരുതുര വെടിയൊച്ചകളും മിന്നൽ വെളിച്ചങ്ങളും കണ്ടതോടെ ജനങ്ങൾ പരിഭ്രാന്തരായി തെരുവുകളിലേക്ക് ഇറങ്ങി. ശത്രുവിന്റെ മൈക്രോ ഡ്രോണുകളും നിരീക്ഷണത്തിനായി ഉപയോഗിക്കുന്ന അത്യാധുനിക UAVകളുമാണ് ഇറാന്റെ ആകാശപരിധി ലംഘിച്ചതെന്ന് സൈനിക വൃത്തങ്ങൾ സൂചിപ്പിക്കുന്നുണ്ട്. നഗരത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ സ്ഥാപിച്ചിട്ടുള്ള ആന്റി ക്രാഫ്റ്റ് ഗണ്ണുകൾ ഒരേ സമയം പ്രവർത്തിച്ചതോടെ അന്തരീക്ഷം യുദ്ധസമാനമായി മാറി. മൈക്രോ ഡ്രോണുകൾ വലുപ്പത്തിൽ ചെറുതായതിനാൽ അവയെ തകർക്കുക എന്നത് വ്യോമ പ്രതിരോധ സേനയ്ക്ക് വലിയ വെല്ലുവിളിയായിരുന്നു. എന്നിരുന്നാലും കൃത്യമായ റഡാർ നിരീക്ഷണത്തിലൂടെ ഈ ഡ്രോണുകളെ കണ്ടെത്താനും ലക്ഷ്യം കാണുന്നതിന് മുൻപ് തന്നെ ആകാശത്ത് വെച്ച് വെടിവെച്ചിടാനും സൈന്യത്തിന് കഴിഞ്ഞു. ഈ സംഭവത്തിൽ ഭൂമിയിൽ എവിടെയും വലിയ സ്ഫോടനങ്ങളോ നാശനഷ്ടങ്ങളോ റിപ്പോർട്ട് ചെയ്തിട്ടില്ല. പ്രതിരോധ സംവിധാനങ്ങൾ പ്രവർത്തിച്ചതിന്റെ ഫലമുണ്ടായ ശബ്ദങ്ങളാണ് നഗരത്തിൽ കേട്ടതെന്ന് ഇറാൻ അധികൃതർ വ്യക്തമാക്കി. എങ്കിലും ശത്രുവിന്റെ ഡ്രോണുകൾ ഇറാന്റെ ഹൃദയഭാഗമായ ടെഹ്റാനിൽ വരെ എത്തിയത് സുരക്ഷാ ഏജൻസികളെ ഞെട്ടിച്ചിട്ടുണ്ട്. പശ്ചിമേഷ്യയിൽ ഇസ്രയേലും ഇറാനും തമ്മിലുള്ള നിഴൽ യുദ്ധം നേരിട്ടുള്ള ഏറ്റുമുട്ടലിലേക്ക് നീങ്ങുന്നതിന്റെ സൂചനയായിട്ടാണ് രാഷ്ട്രീയ നിരീക്ഷകർ ഇതിനെ കാണുന്നത്. മുൻപ് ഇസ്രയേൽ സമാനമായ രീതിയിൽ ഇറാനിലെ ഇസ്ഫഹാനിലും മറ്റ് ഡ്രോൺ ആക്രമണങ്ങൾ നടത്തിയിട്ടുണ്ട്. അതിനാൽ തന്നെ ഈ നീക്കത്തിന് പിന്നിലും ഇസ്രയേലിന്റെ ചാരസംഘടനയായ മൊസാദിന്റെ കൈകളുണ്ടോ എന്ന് ഇറാൻ സംശയിക്കുന്നു. അമേരിക്കയും ഇറാനും തമ്മിലുള്ള ആണവ ചർച്ചകളും നയതന്ത്ര ബന്ധങ്ങളും പാളിയ സാഹചര്യത്തിൽ ഇത്തരം പ്രകോപനങ്ങൾ സ്ഥിതിഗതികൾ കൂടുതൽ വഷളാക്കും. ഇറാന്റെ ഉള്ളിൽ തന്നെയുള്ള കുഴപ്പക്കാരുടെ സഹായത്തോടെയാണോ ഈ ഡ്രോണുകൾ വിക്ഷേപിച്ചത് എന്ന കാര്യവും അന്വേഷണ പരിധിയിലുണ്ട്. അതിർത്തി കടന്നുള്ള ആക്രമണത്തെക്കാൾ ഉപരിയായി രാജ്യത്തിനകത്തു നിന്നുള്ള ഇത്തരം ഭീഷണികൾ ഇറാന് വലിയ തലവേദനയാണ് ഉണ്ടാക്കുന്നത്. സംഭവത്തിന് തൊട്ടു പിന്നാലെ ഇറാനിലെ പ്രധാന വിമാനത്താവളങ്ങളുടെ പ്രവർത്തനം താൽക്കാലികമായി നിർത്തിവെച്ചു. വ്യോമപാതയിൽ കൂടുതൽ ഡ്രോണുകളോ വിമാനങ്ങളോ ഉണ്ടോ എന്ന് ഉറപ്പുവരുത്താനായിരുന്നു ഈ നീക്കം. ഏതാനും മണിക്കൂറുകൾക്ക് ശേഷം സ്ഥിതിഗതികൾ ശാന്തമായതോടെ വിമാന സർവീസുകൾ പുനരാരംഭിച്ചു. ഇറാന്റെ റവല്യൂഷണറി ഗാർഡ്സ് ഈ കടന്നുകയറ്റത്തിന് ശക്തമായ തിരിച്ചടി നൽകുമെന്ന് പ്രഖ്യാപിച്ചിട്ടുണ്ട്. തങ്ങളുടെ ആകാശപരിധി ലംഘിക്കുന്ന ഏതൊരു ശക്തിക്കും അർഹമായ മറുപടി നൽകുമെന്ന് അവർ മുന്നറിയിപ്പ് നൽകി. ഇതിനു മുൻപ് നടന്ന സൈനികാഭ്യാസങ്ങളിൽ ഇറാൻ തങ്ങളുടെ പുതിയ വ്യോമ പ്രതിരോധ മിസൈലുകൾ പ്രദർശിപ്പിച്ചിരുന്നു. അന്താരാഷ്ട്ര വിപണിയിൽ എണ്ണവില വർദ്ധിപ്പിക്കാൻ ഈ സംഭവം കാരണമായേക്കാമെന്ന ആശങ്കയുണ്ട്. പശ്ചിമേഷ്യയിലെ ചെറിയൊരു സംഘർഷം പോലും ആഗോള സാമ്പത്തിക വ്യവസ്ഥയെ ബാധിക്കാറുണ്ട്. ഹോർമുസ് കടലിടുക്ക് ഉൾപ്പെടെയുള്ള തന്ത്രപ്രധാനമായ പാതകളിൽ ഇറാൻ നിയന്ത്രണം ഘടിപ്പിച്ചാൽ അത് ആഗോള ചരക്ക് നീക്കത്തെ ദോഷകരമായി ബാധിക്കും. സോഷ്യൽ മീഡിയയിൽ പ്രചരിക്കുന്ന വീഡിയോകളിൽ ആകാശത്ത് വെടിയുണ്ടകൾ പായുന്നതും സ്ഫോടനങ്ങൾ നടക്കുന്നതും വ്യക്തമാണ്. ഇത് നഗരവാസികൾക്കിടയിൽ യുദ്ധം തുടങ്ങിക്കഴിഞ്ഞു എന്ന തെറ്റായ സന്ദേശം പടരാൻ ഇടയാക്കുന്നുണ്ട്. എന്നാൽ സർക്കാർ മാധ്യമങ്ങൾ രംഗത്തെത്തി ജനങ്ങളോട് ശാന്തരാകാൻ ആവശ്യപ്പെടുകയും സ്ഥിതിഗതികൾ നിയന്ത്രണ വിധേയമാണെന്ന് അറിയിക്കുകയും ചെയ്തു. ഇറാന്റെ പ്രതിരോധ സംവിധാനങ്ങൾ ഇലക്ട്രോണിക് വാർഫെയർ ഉപയോഗിച്ചാണ് ചില ഡ്രോണുകളെ നിർവീര്യമാക്കിയതെന്നും റിപ്പോർട്ടുകളുണ്ട്. ഡ്രോണുകളുടെ സിഗ്നലുകൾ ജാം ചെയ്യുന്നതിലൂടെ അവയുടെ നിയന്ത്രണം നഷ്ടപ്പെടാൻ സൈന്യത്തിന് സാധിച്ചു. ടെഹ്റാന്റെ പടിഞ്ഞാറൻ ഭാഗത്ത് സ്ഥിതി ചെയ്യുന്ന സൈനിക താവളങ്ങളെ ലക്ഷ്യമിട്ടാണ് ഡ്രോണുകൾ ആദ്യം എത്തിയത്. ഇവിടെ നിന്നാണ് ആദ്യമായി പ്രതിരോധ വെടിയൊച്ചകൾ മുടങ്ങിയത്. വിദേശ രാജ്യങ്ങളുടെ നിരീക്ഷണ UAVകൾ ഇറാന്റെ അതിർത്തികൾക്കുള്ളിൽ പ്രവേശിക്കുന്നത് പുതിയ കാര്യമല്ലെങ്കിലും തലസ്ഥാന നഗരത്തിന് മുകളിൽ അവയെത്തുന്നത് ഗൗരവകരമാണ്. ഇത് ഇറാന്റെ സൈനിക രഹസ്യങ്ങൾ ചോർത്താനുള്ള ശ്രമമായാണ് വിലയിരുത്തപ്പെടുന്നത്. സംഭവത്തിന് ശേഷം ഇറാന്റെ പരമോന്നത നേതാവും സൈനിക മേധാവികളും അടിയന്തര യോഗം ചേർന്നു. രാജ്യത്തിന്റെ സുരക്ഷാ പ്ലാനുകൾ പുനഃപരിശോധിക്കാനും അതിർത്തികളിൽ കൂടുതൽ സേനയെ വിന്യസിക്കാനും തീരുമാനമായിട്ടുണ്ട്. ശത്രുവിന്റെ ഭാഗത്തു നിന്നും ഇത്തരം നീക്കങ്ങൾ ഉണ്ടാകാൻ സാധ്യതയുള്ളതിനാൽ അതീവ ജാഗ്രത തുടരാനാണ് നിർദ്ദേശം. യൂറോപ്യൻ രാജ്യങ്ങളും റഷ്യയും ഈ സംഭവത്തെക്കുറിച്ച് പ്രതികരിച്ചിട്ടുണ്ട്. മേഖലയിൽ സമാധാനം നിലനിർത്തണമെന്നും പ്രകോപനങ്ങളിൽ നിന്ന് ഇരുപക്ഷവും വിട്ടുനിൽക്കണമെന്നുമാണ് ഇവർ ആവശ്യപ്പെടുന്നത്. പശ്ചിമേഷ്യയിലെ ഒരു പൂർണ്ണ തോതിലുള്ള യുദ്ധം ആർക്കും ഗുണകരമാകില്ലെന്ന് ഐക്യരാഷ്ട്രസഭയും ഓർമ്മിപ്പിച്ചു.
എങ്കിലും സൈനിക നീക്കങ്ങൾ തുടരുന്നത് ആശങ്കാജനകമാണ്. ടെഹ്റാനിലെ ഈ അപ്രതീക്ഷിത നീക്കം ഇസ്രയേലിനുള്ള ഒരു മുന്നറിയിപ്പ് കൂടിയാണെന്ന് ചില സൈനിക വിദഗ്ധർ അഭിപ്രായപ്പെടുന്നുണ്ട്. തങ്ങളുടെ തലസ്ഥാനത്തിന് മുകളിൽ പറക്കുന്ന ഈച്ചയെ പോലും വീഴ്ത്താൻ തങ്ങൾക്ക് കരുത്തുണ്ടെന്ന് ഇറാൻ തെളിയിച്ചിരിക്കുന്നു. വാർത്താ ഏജൻസികൾ നൽകുന്ന വിവരമനുസരിച്ച് വെടിവെച്ചിട്ട് ഡ്രോണുകളുടെ അവശിഷ്ടങ്ങൾ ശേഖരിച്ചു വരികയാണ്. ഇത് പരിശോധിക്കുന്നതിലൂടെ ഡ്രോണുകളുടെ ഉറവിടം കണ്ടെത്താൻ കഴിയുമെന്ന് ഇറാൻ വിശ്വസിക്കുന്നുണ്ട്. സംഘർഷം നിലനിൽക്കുന്ന സിറിയ, ലെബനൻ അതിർത്തികളിലും ഇതിന്റെ പ്രതിഫലനമുണ്ടാകാൻ സാധ്യതയുണ്ട്. ഇറാൻ അനുകൂല സായുധ ഗ്രൂപ്പുകൾ ഇസ്രയേലിനെതിരെ കൂടുതൽ ശക്തമായ ആക്രമണങ്ങൾ നടത്താൻ ഇത് പ്രേരിപ്പിച്ചേക്കാം. ഒരു പ്രാദേശിക യുദ്ധത്തിന്റെ ലക്ഷണങ്ങളാണ് ഇപ്പോൾ പശ്ചിമേഷ്യയിൽ പ്രകടമാകുന്നത്. ഭാവിയെക്കുറിച്ചുള്ള അനിശ്ചിതത്വം ടെഹ്റാനിലെ തെരുവുകളിൽ നിഴലിക്കുന്നുണ്ട്. എങ്കിലും സൈന്യത്തിലുള്ള വിശ്വാസം ജനങ്ങൾ പ്രകടിപ്പിക്കുന്നു. ശത്രുവിന്റെ ഏത് നീക്കത്തെയും പ്രതിരോധിക്കാൻ തങ്ങളുടെ സൈന്യം സുസജ്ജമാണെന്ന ധൈര്യത്തിലാണ് അവർ. ഈ ഡ്രോൺ വേട്ട ഇറാന്റെ പ്രതിരോധ ചരിത്രത്തിലെ നിർണായകമായ ഒരു സംഭവമാണ്. അത്യാധുനിക സാങ്കേതിക വിദ്യകൾ ഉപയോഗിച്ച് ശത്രുവിനെ നേരിടുന്നതിൽ ഇറാൻ വിജയിച്ചിരിക്കുന്നു.